പ്രിയപ്പെട്ടവരെ, നാം ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒരു സ്വാശ്രയത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ ആ ഒരു സ്വപ്നം വളരെയേറെ വിദൂരമല്ല എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ഈ അടുത്തായി പല കാര്യങ്ങളിലും സംഭവിക്കുന്നത്. അത് നമ്മുടെ ഡിഫൻസ് മേഖലയിലായിക്കോട്ടെ, നമ്മുടെ മറ്റുള്ള വാണിജ്യ മേഖലയിലായിക്കോട്ടെ, എല്ലാ തലത്തിലും സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ആ ഒരു മേക്ക് ഇൻ ഇന്ത്യ ലക്ഷ്യത്തിലേക്ക് നാം അടുക്കുകയാണ്. അതിന്റെ ചുവട് ഉറപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് സംഭവിച്ചാക്കുന്നത്. നമ്മുടെ നാവികസേനയുടെ ഒരു ഇരട്ട കുതിപ്പിലേക്ക് അല്ലെങ്കിൽ ഇരട്ട കരുത്തിലേക്ക് കുതിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊട്ടെ. ഞാൻ നിങ്ങളോട് ത്രസിപ്പിക്കുന്നതായ ഒരു വീഡിയോ അവതരണമല്ല ഉദ്ദേശിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഒന്ന് കേൾക്കുവാൻ നിങ്ങളൊന്ന് ക്ഷമ കാണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഒരു ഇരട്ടി കുതിപ്പിലാണ്, അല്ലെങ്കിൽ ഒരു പുരോഗമനത്തിന്റെ പാതയിലാണ് എന്ന് തീർച്ചയായും പറയാം. നമ്മുടെ സമുദ്രാതിർത്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു സമുദ്ര സുരക്ഷ ഉറപ്പാക്കുവാനും ലോകരാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ ശക്തി വെളിവാക്കുന്നതുമായ ഒരു മഹത്തായ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതൊരു മഹത്തായ 2 കപ്പലുകളുടെ നീറ്റിലിറക്കൽ അഥവാ കമ്മീഷൻ ചെയ്യലാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഉദയഗിരി, ഹിമഗിരി എന്ന് പറയുന്ന 2 ഫ്രിഗേറ്റുകൾ. ഈ ഉദയഗിരി, ഹിമഗിരി എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രിഗേറ്റുകൾക്ക് എന്താണ് പ്രത്യേകത? അത് നമുക്ക് ചിന്തിക്കണ്ടേ? ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇവ രണ്ടും പ്രൊജക്ട് 17A എന്ന് പറയുന്ന ആ ഒരു ഫ്രിഗേറ്റ് പ്രൊജക്ടിന്റെ ഭാഗമാണ്. രണ്ടും അതായത് മറ്റുള്ള നാവികസേനകളുടെ റഡാറിൽ ദൃശ്യമാകാതെ പോകുവാനുള്ള ഒരു കഴിവ്. സോണാറാണ് ഉപയോഗിക്കുന്നത് നമ്മളുടെ നാവികസേന. സോണാർ ആകാശത്താണെങ്കിൽ റഡാർ എന്ന് പറയും. അപ്പോൾ ഇതിൽ ദൃശ്യമാകാതെ പോകാനുള്ള ഒരു കഴിവ്, വേഗത, ഇതൊക്കെയാണ് ഇതിന്റെ സ്റ്റെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം. ഇതൊരു F-35 ജലത്തിൽ ഒഴുകി നടക്കുന്ന ഒരു F-35 ആണ് നമ്മളുടെ ഈ ഉദയഗിരി, ഹിമഗിരി എന്ന് പറയുന്ന 2 ഫ്രിഗേറ്റുകൾ. ഇതിപ്പോൾ ആദ്യം ഈ ഒരു നീലഗിരി ക്ലാസ്സിൽ പെടുന്ന ഫ്രിഗേറ്റുകളാണ്. ആദ്യത്തെ നീലഗിരി എന്ന് പറയുന്ന ആ ഒരു ഫ്രിഗേറ്റ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കമ്മീഷൻ ചെയ്യപ്പെടുന്നു. നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഇതോടുകൂടി ഒരു 3 ഫ്രിഗേറ്റുകളുടെ ഒരു സ്ക്വാഡൻ ആയിരിക്കുകയാണ് ഈ ഒരു ക്ലാസ് നീലഗിരി ക്ലാസ് കപ്പലുകൾ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 149 മീറ്റർ നീളം, 6700 ടൺ ഭാരം ആണ് ഇതിനുള്ളത്. അതേപോലെ ബ്രഹ്മോസ് പോലുള്ള സൂപ്പർസോണിക് മിസൈലുകൾ, ബറാക് 8 തുടങ്ങിയുള്ള സർഫസ് ടു സർഫേസ് എയർ മിസൈലുകൾ, അതേപോലെ തന്നെ ടോർപിഡോകൾ, ഈ ഹെലികോപ്റ്ററുകൾ വന്നെടുക്കുന്നതിനുള്ള സംവിധാനം, ആധുനിക യുദ്ധ സജ്ജീകരണങ്ങൾ, അങ്ങനെ എന്താ പറയുക നാവിഗേഷന്റെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി, അങ്ങനെ പലവിധ പ്രത്യേകതകളാണ് ഈ ഒരു കപ്പലിനുള്ളത്. ഒഴുകി നടക്കുന്ന F-35 എന്ന് പറയാൻ കാരണം തന്നെ അത് തന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ വിമാന നിർമ്മാതാക്കളായ അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35 വളരെയേറെ പ്രത്യേകതകൾ ഉണ്ടെന്നാണ് അമേരിക്ക അതിന്റെ 5ാം തലമുറ യുദ്ധവിമാനമാണ് തോന്നുന്നത് അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ വെള്ളത്തിൽ അതിലേറെ പ്രത്യേകതയുള്ള ഒരു യുദ്ധക്കപ്പലാണ്, ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ഷിപ്പാണ് ഇതെന്നാണ് നാം അവകാശപ്പെടുന്നതും. ഇതിന്റെ പ്രത്യേകതകൾ സമുദ്രത്തിൽ നിന്നും, ആകാശത്തിൽ നിന്നും, കരയിൽ നിന്നും, ഈ 3 മേഖലകളിൽ നിന്നും വരുന്ന ഒരു ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും തിരിച്ചാക്രമിക്കുവാനും ഒരു ശേഷി ഈ ഫ്രിഗേറ്റുകൾക്ക് ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇവയുടെ ദേശീയ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് നോക്കാം. അതായത് ഒരു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ, ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ 2 കപ്പലുകളും നിർമ്മിച്ച് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു നമ്മുടെ സ്വാശ്രയത്വമാണ് ഇവിടെ തെളിയിക്കുന്നത്. 75% കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടാണ് ഇതായിട്ടാണ്. അതായത് നമ്മുടെ സ്വാശ്രയത്വം എന്ന് പറയുന്ന ഒരു സ്വപ്നം വിദൂരമല്ല. ഇത് ഇന്ത്യൻ നേവിയുടെ ടെക്നോളജിയും പ്രതിരോധ ശേഷിയും വളരെയധികം കൂട്ടും എന്ന് തന്നെയാണ് ഒരു ദേശീയ താല്പര്യം മുൻനിർത്തി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ കുറച്ച് സ്ട്രാറ്റജിക് കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, പാകിസ്ഥാനും ചൈനയെയും പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ത്രെട്ട് ഭീഷണികൾ നേരിടുവാനും നമ്മുടെ സമുദ്രാതിർത്തികൾ കാക്കുവാനും ഏറെ പ്രയോജനകരമായ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയ ഒരു സ്ട്രാറ്റജിയാണ് ഈ കപ്പലിലുള്ളത്. ഈ കപ്പലിനെ കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഏഷ്യ പസഫിക് സമുദ്ര മേഖലകൾ സുരക്ഷിതമാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ ശക്തിയുക്തമാക്കുവാൻ ഈ ഒരു കപ്പലുകളുടെ കമ്മീഷൻ കൊണ്ട് ഇന്ത്യക്ക് കഴിയും.
രണ്ടാമത്തെ കാര്യം ബ്രിക്സ്, കോഡ് പോലുള്ള അതായത് ആഗോള പ്രതിരോധ ബന്ധങ്ങളിൽ ഇന്ത്യയുടെ ശക്തി വിളിച്ചൂതിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഈ ഒരു കപ്പലുകളുടെ കമ്മീഷനിങ് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഉദയഗിരിയും ഹിമഗിരിയും വെറും ഒരു കപ്പലുകൾ മാത്രമല്ല, ഇത് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധ ശേഷിയുടെയും തന്നെ ഒരു ശക്തി ആർജിച്ചു എന്ന് തന്നെയുള്ള ലോകത്തോടുള്ള ഒരു വിളിച്ചു പറച്ചിൽ തന്നെയാണ്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് ഇന്ത്യൻ നേവി കൂടുതൽ കരുത്താർജിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക. അതായത് ഇന്ത്യ സുരക്ഷിതവും സുന്ദരവും സ്വയം പ്രതിരോധ ശേഷി ഉൾപ്പെടെയുള്ള വളരെയേറെ ഒരു വലിയ ഒരു കാര്യങ്ങളിലേക്ക് ഒതുക്കുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ പബ്ലിക് ഡൊമൈനുകളിൽ ലഭ്യമായ എല്ലാ വിവരങ്ങളും അത്യാവശ്യം ലളിതമായ രീതിയിൽ പഠിച്ചു തന്നെ കൃത്യമായി നിങ്ങളോട് പറയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ഒരു ക്ലാസിഫൈഡ് ആയോ രഹസ്യാത്മകമായ ഒരു വിവരങ്ങളും ഇവിടെ പങ്കുവയ്ക്കുന്നില്ല. എല്ലാ പബ്ലിക് ഡൊമൈനുകളിൽ ഉൾപ്പെട്ട വിവരങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് ഭാവിയിലേക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ കാണാവുന്ന പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.